ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വേറെ ഒന്നുമില്ല. അന്ന് മാർക്ക് ആൻഡ് സേവിൽ പോയപ്പോൾ ഞാനെന്ന് പറഞ്ഞില്ലേ സാധനം വാങ്ങി എൻ്റെ ഷോർട്സ് എല്ലാം ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ. അപ്പോൾ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം ക്ലിയർ ചെയ്യേണ്ടി വന്ന്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന്. അന്ന് ഞാൻ പറഞ്ഞില്ലേ എന്തെല്ലാം സാധനം വാങ്ങി. അപ്പോൾ ഞാനിന്ന് മെയിൻ വീഡിയോ ഇടാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എത്ര എക്സ്പെൻസ് എത്രയാണ് എന്തെല്ലാം വാങ്ങി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഇത്രയും സാധനം വാങ്ങിയപ്പോൾ ഇതെന്ത് കാണിക്കാനാന്ന് വിചാരിക്കും. മെയിൻലി നമ്മൾ നാട്ടിലാണെങ്കിൽ എങ്ങനെയാണ് നമ്മളിപ്പോൾ സാധനം വാങ്ങി വന്ന് ഇപ്പോൾ ഷൂട്ട് ചെയ്യും വീഡിയോ എടുക്കുക അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ നെസ്റ്റോന്നോ ലുലുന്നോ മദീനയെന്നോ ഈ 3 സ്ഥലത്തുനിന്ന് ഇതുവരെ വാങ്ങിക്കുള്ളൂ ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ മാർക്ക് ആൻഡ് സേവിൽ പോയി വാങ്ങുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര എന്താ പറയുക ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് എന്നെപ്പോലെ അറിയാത്ത ആരെങ്കിലും ഇതുവരെ ഉണ്ടെങ്കിൽ വാങ്ങാത്ത അവിടെ പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കൊരു എന്താ പറയുക ഹെൽപ്പ് ആവുമല്ലോ, അങ്ങനെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത്രയും സാധനം ഞാൻ വാങ്ങിയിട്ട് എനിക്ക് അറൗണ്ട് ഒരു 350 ആയിട്ടുള്ളൂ. അതായത് നമ്മൾ ഈ ചിക്കനും ഫിഷും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഇതിൽ എന്താണെന്ന് വെച്ചാൽ പച്ചക്കറി ഉണ്ട്, നമ്മൾ അരി അങ്ങനത്തെ സാധനങ്ങൾ, ആട്ടപ്പൊടി മൈദപ്പൊടി, പിന്നെ പുട്ടുപൊടി, പിന്നെ ബേക്കറി നോക്കണ്ട. ബേക്കറി ഞാൻ പിന്നെ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ബേക്കറി വാങ്ങുന്നത്. ഞാനങ്ങനെ ബേക്കറി ഐറ്റംസ് ഒന്നും പോയി വാങ്ങില്ല. പക്ഷെ എന്തോ പുതിയതായിട്ട് വാങ്ങിയതാണ്. മെയിനായിട്ട് വെളിച്ചെണ്ണ എല്ലാം നല്ല വെളിച്ചെണ്ണ, തേങ്ങ, മുട്ട, പാല്, പഴം എല്ലാം ഉണ്ട്. ഇതിലെല്ലാം ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമുക്കിത് ഒരു മാസത്തേക്കാണോ എന്ന് വെച്ചാൽ അല്ല, നമുക്ക് പച്ചക്കറിയും മീനും അങ്ങനത്തെ എല്ലാം പാല് അതെല്ലാം തീരുന്നതിനനുസരിച്ച് വാങ്ങും. ബാക്കിയുള്ള സാധനമെല്ലാം വാങ്ങണ്ട, ഒരു മാസത്തേക്കുള്ള അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ട് പോകല്. അങ്ങനെ ഞാൻ എഴുതിയെടുത്ത സാധനം അങ്ങനെയാണ് വാങ്ങൽ. അപ്പോൾ പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ എക്സ്പെൻസുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നേരം നല്ല ഡിഫറൻസ് ഉണ്ട് ഇവിടെ മാർക്ക് ആൻഡ് സേവിൽ പോകുമ്പോൾ. എനിക്ക് ഇപ്പോൾ ലുലുവിലെല്ലാം പോയാൽ ലുലുവിലെല്ലാം ഇതിൻ്റെ ഇരട്ടി കൊടുക്കേണ്ടി വരും. ക്വാളിറ്റി നോക്കുക, അപ്പം വിചാരിക്കും ക്വാളിറ്റി കുറവാണെന്ന്. പക്ഷേ നല്ല സാധനമെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇപ്പം പച്ചക്കറി ആയാലും മീനായാലും എല്ലാം ഇറച്ചിയായാലും എല്ലാം നല്ലതാട്ടോ. ഞാനത് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം പിന്നെ എനിക്ക് പറയാമല്ലോ ഞാൻ വാങ്ങിയ സാധനം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. അപ്പോൾ ഇത്രയും സാധനമാണ് ഞാൻ വാങ്ങിയത്. പിന്നെയെന്ന് വെച്ചാൽ ഏറ്റവും മടിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ സാധനം എടുത്ത് വെക്കല. നമ്മൾ റൂമിലെത്തുമ്പോൾ 12 മണിയായി. അപ്പോൾ നമ്മളെ വീട്ടിലെല്ലാം നമുക്ക് നാളെ എടുത്ത് വെക്കാമെന്ന് വിചാരിക്കും. ഇതിപ്പം മീനും ഇറച്ചിയെല്ലാം ഉള്ളതിനെ കൊണ്ട് എടുത്ത് വെക്കാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. എല്ലാം കവർന്ന് മാറ്റി ഓരോ സ്ഥലത്ത് എടുത്ത് വെക്കണം. മടി വിചാരിച്ചാലും വേറെ ആരും എടുത്ത് വെക്കാനൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് എടുത്ത് വെക്കും. അങ്ങനെ ഞാൻ അപ്പോൾ നിങ്ങൾ ഏകദേശം സാധനമെല്ലാം കണ്ടില്ലേ. ഒരു വീട്ടിലേക്ക് ഇപ്പോൾ ഒരു മാസത്തേക്ക് എന്തെല്ലാം അത്യാവശ്യ സാധനം ഉണ്ടോ എല്ലാം ഞാൻ വാങ്ങിയേക്കും. ഒരു സാധനവും ഞാൻ വിട്ടിക്കില്ല. പച്ചക്കറിയെല്ലാം അടിയിലുണ്ട്, അതിപ്പം ചിലപ്പം കാണായിട്ടായിരിക്കും. ഓയിൽ ഞാൻ അങ്ങനെ വാങ്ങില്ല. അപ്പോൾ ഒരു കുപ്പി ഓയിൽ അവിടെ വാങ്ങി വെക്കും, അത് നീക്കൽ ഒരു മന്തിയെല്ലാം ഉണ്ടാക്കാനൊക്കെ. അല്ലാണ്ട് വെളിച്ചെണ്ണ മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യൽ. ഇപ്പം ഞാൻ വാങ്ങിയത് മീൻ വാങ്ങി. ഞാൻ ആദ്യമായിട്ട് അവിടുന്ന് നെയ്മീൻ ഇവിടെ അതായത് അയക്കൂറ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് വാങ്ങാം. അപ്പോൾ നല്ല ഫ്രഷാണ്. ഞാനിപ്പോൾ അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ ഒരു ബോക്സിൽ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി ഇങ്ങനെ വെള്ളം വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. ഞാൻ അതിനായിട്ട് വേറൊരു പാത്രം എടുത്ത് വെക്കും. മീനിട്ട് വെക്കുന്നതിൽ വേറെ പച്ചക്കറി അങ്ങനത്തെ ഒന്നും ഇട്ട് വെക്കില്ല, ആ ഒരു മണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് തന്നെ അതെടുത്ത് വെക്കും. അപ്പോൾ വന്ന പാടൻ ആദ്യം ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം എടുത്ത് എന്താ പറയുക ഈ വെള്ളത്തിലിട്ട് വെച്ച്, ചിക്കൻ വെള്ളത്തിലിട്ട് വെക്കൂല, ചിക്കൻ അല്ലാണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ച്. അപ്പോൾ ഇതിപ്പോൾ ഒരു 2-3 ഒരാഴ്ചത്തേക്കുള്ളതാണ്. അല്ലാണ്ട് കുറേ ദിവസത്തേക്കൊന്നും ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ മീൻ സ്റ്റോർ ചെയ്ത് വെക്കില്ല. എനിക്കിങ്ങനെ കുറേ ദിവസം വെച്ച് കഴിയുമ്പോൾ ഒരു ഉണക്ക മീൻ്റെ ചുവ ഉണ്ടാവില്ലേ, അത് വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യേ. എനിക്കറിയില്ല, ചില ആൾക്കാർ ഇങ്ങനെ പറയും ഒന്നായിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും ഇങ്ങനെ ഫ്രിഡ്ജിൽ. എനിക്കെന്തോ അത് ഇഷ്ടമല്ല. ഞാൻ മീൻ ഫ്രഷ് ആയിട്ട് തന്നെ 2 ദിവസം കൂടുമ്പോൾ അങ്ങനെ വാങ്ങുക ചെയ്യും. ഇവിടെ അടുത്ത് തന്നെ മദീനുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. മീനും ഇറച്ചിയെല്ലാം അങ്ങനെ വാങ്ങും. പച്ചക്കറി അത്യാവശ്യമുള്ള അങ്ങനെ വാങ്ങും തീരുന്നതിനനുസരിച്ച്. അല്ലാണ്ട് പച്ചക്കറി വാങ്ങാൻ പിന്നും മാർക്ക് ആൻഡ് സേവിൽ പോകുകയെന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. കാരണം ഇവിടുത്തെ കുറച്ച് ദൂരമുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും നല്ല പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലിപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കവറ് വേറെ, വേസ്റ്റ് വേറെ, അത് വേറെ ഇത് വേറെ എല്ലാം തിരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി എടുത്ത് വെക്കണം. ഇവിടെ അതൊന്നുമില്ല. നമുക്ക് എല്ലാം കൂടി ഒരു വേസ്റ്റ് എല്ലാം കൂടി ഒന്നിൽ തന്നെ നമുക്ക് ഡംപ് ചെയ്യാം. അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത്രയും കവറുണ്ട്. അപ്പം ഞാനെല്ലാം പാക്കറ്റ് ഫുഡ് ഐറ്റംസ് എല്ലാം, അതായത് അരിപ്പൊടി അങ്ങനത്തെ അരി എല്ലാം ഉണ്ടാവില്ല, അതെല്ലാം ഞാൻ അന്നേരം തന്നെ ഇപ്പോൾ എന്തായാലും ഒരു 12:30-1 മണിയായിട്ട് തന്നെ അയക്കും. അപ്പോൾ ഇത് ചക്ക ഞാൻ പറഞ്ഞില്ല, ചക്ക കണ്ടിട്ട് പൂതിയിട്ട് വാങ്ങിയത്. കാരണം നാട്ടിൽ നിന്ന് ഇങ്ങനെ എല്ലാവരും വിളിക്കുമ്പോൾ
ഇങ്ങനെ പറയും ചക്ക ഉണ്ട് എന്നല്ല. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കും ചക്ക ഉണ്ടായിക്കോ മാങ്ങ ഉണ്ടായിക്കോ എന്നല്ല. എനിക്ക് ചക്ക പുഴുങ്ങിയത് തിന്നാൻ ഇഷ്ടം. പക്ഷേ പച്ച ചക്ക ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പഴുത്തെങ്കിൽ പഴുത്ത്. ഇതിലാകെ ഒരു 5-10 ചുളയേ ഉള്ളൂ. അതെനിക്ക് എന്താ പറയുക, എനിക്ക് സമാധാനമില്ല അത് പൊളിച്ച് തിന്നിട്ട്. അപ്പം തന്നെ ഞാൻ അത് പൊളിച്ചെല്ലാം വെച്ച് എന്താ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ കുരുവെല്ലാം ഞാൻ എടുത്ത് വെക്കുകയും ചെയ്തു. അതൊരു വേറൊരു കറി വെക്കാൻ വേണ്ടി, ഒരു പച്ചക്കറി വെക്കാമെന്ന് വെച്ചിട്ട്. എന്താ പറയുക, ഇതെല്ലാം നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനം. നാട്ടിൽ നിന്ന് ഒന്നിനും ഒരു വില ഉണ്ട്. ഇങ്ങനത്തേനും നമുക്കൊരു വില ഉണ്ടാവില്ല. ചക്കക്കുരു കൊണ്ട് കളിയായിരിക്കും. പക്ഷേ ഇവിടെ ഇനിയിപ്പോൾ ഈ ഒരു ചെറിയ പീസിന് ഞാൻ കൊടുത്തത് 300 റുപ്യ തോന്നുന്നു. 300 ഈ ഒരു ചെറിയ പീസിന്. എന്നാലും പ്രശ്നമില്ല, നല്ല ചക്കേനു. ചിലത് നമുക്ക് ഫ്ലോപ്പായിരിക്കും. പക്ഷേ ഇത് നല്ല ചക്ക, നല്ല ചക്കച്ചോള. ഇതെന്ത് ചക്കയാണെന്ന് എനിക്കറിഞ്ഞൂടാ, വരിക്കയാണോ അല്ല ഇതാണോ എന്ന് എനിക്ക് അറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ മെഹഫിൽ നിന്നൊരു ബിരിയാണി വാങ്ങിയെന്ന്. സാധാരണ ഞാൻ ബിരിയാണി വാങ്ങിയാൽ ഒരു ബിരിയാണി ഇന്ന് വരെ ഞാൻ എന്താ പറയുക ഒറ്റക്ക് തിന്നിക്കില്ല. എനിക്ക് തിന്നാനാവില്ല. എനിക്ക് കുറച്ച് തിന്നുമ്പോൾ തന്നെ എൻ്റെ പള്ള ഫുള്ളായ പോലെ തോന്നും. അപ്പം പിന്നെ ഞാൻ എന്താ പറയുക ഷെയർ ചെയ്യും. ഇല്ലെങ്കിൽ ഒരു ബിരിയാണി ഇങ്ങനെ പാർസലെല്ലാം വാങ്ങിയാൽ ഞാൻ ബാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് പിറ്റേന്ന് ചൂടാക്കി തിന്നാൽ ചെയ്യുക. പക്ഷേ ഇവിടുത്തെ ബിരിയാണീൻ്റെ ടേസ്റ്റ് ഉണ്ടാകുന്നു തോന്നുന്നു. അല്ല സമയം കഴിഞ്ഞ് വിശന്നിട്ടോ എന്നറിയാല, ഭയങ്കര ടേസ്റ്റ്. ബീഫ് ബിരിയാണി അന്നേ വാങ്ങി ഞാൻ ആ ഫുൾ ബിരിയാണി തിന്ന്. എനിക്ക് തന്നെ അതിശയമായി. കാരണം എനിക്കിങ്ങനെ തിന്നാൻ പറ്റുമെന്നുള്ള, കാരണം ഞാൻ എപ്പോഴും കുറച്ച് തിന്നുമ്പോൾ എൻ്റെ പള്ളക്ക് ഇത്ര മതി എന്നുള്ളൊരു സാധനം എനിക്ക്. അതെല്ലാ സാധനമായാലും എനിക്ക് കുറേ ഇങ്ങനെ വാരി വലിച്ച് തിന്നാനാവില്ല. അത് എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഞാനിന്ന് ഫുള്ള് തിന്ന്. അതുകൊണ്ട് ഞാനിത് കാണിച്ചത് അതുകൊണ്ടാട്ടോ. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് മെഹഫിൽ. ഞാൻ അഭിപ്രായം പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം എല്ലാവർക്കും അറിയായിരിക്കും. ഞാനിതിവിടെ ഫസ്റ്റ് ടൈമാണ് പോയി വാങ്ങി തിന്നുന്നത്. നമ്മൾ പാർസൽ വാങ്ങിയതാണ്. അവിടെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് എന്താ പറയുക എന്തായാലും ലേറ്റായി. പിന്നെ സാധനം എല്ലാം വാങ്ങാൻ പോയി ലേറ്റായില്ല. അപ്പം പിന്നെ വിചാരിച്ച് വന്നിട്ട് ഉണ്ടാക്കാൻ പോയിട്ട് ഇതെല്ലാം എടുത്തു വെക്കാൻ തന്നെ മടിയാകുന്നു. പക്ഷെ വേറെ ഇതില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ബിരിയാണി വാങ്ങി നമ്മളെല്ലാം രണ്ടാളും തിന്ന് ബിരിയാണി. മൂപ്പര് പിന്നെ ആണുങ്ങൾക്ക് പിന്നെ ഒന്നെല്ലാം ഇതാന്ന് പറയുമ്പോഴത്തേക്കുന്നു. പക്ഷേ എന്നെപ്പോലത്തെ ആൾക്കാർക്ക് ഫുള്ള് തിന്നാനാവില്ല. ഞാനും എൻ്റെ അനിയത്തിയെല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്ക് ഫുള്ളും തിന്നാനാവില്ല. അങ്ങനെ പിന്നെ ഞാൻ കിടന്നല്ലോ ഉറങ്ങിയിട്ടോ. പിന്നെ ഞാൻ പിറ്റേന്ന് രാവിലെ എണീച്ചപ്പോഴാണ് ജസ്റ്റ് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് വിശേഷം, എൻ്റെ വിശേഷം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലാണ്ട് എനിക്കറിയില്ലല്ലോ. അപ്പോൾ നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക.